നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മാടായി കോളേജിലെ നിയമന വിവാദം പ്രാദേശിക പ്രശ്നം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിണറായി കോഴൂൽ കനാൽക്കരയിൽ CPM പ്രവർത്തകരാൽ തകർക്കപ്പെട്ട പ്രിയദർശിനി മന്ദിരം ആൻഡ് CV കുഞ്ഞിക്കണ്ണൻ സ്മാരക റീഡിംഗ് റൂം സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് MK രാഘവൻ MP തന്നോട് സംസാരിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു. ലോക്കൽ വിഷയമാണ് അത്. പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് MK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. ഞാൻ പറഞ്ഞല്ലോ അതാണ് അവസാന വാക്ക്. രമ്യമായി അത് പരിഹരിക്കും. രമ്യമായി അത് പരിഹരിക്കും. പാർട്ടി ഇടപെട്ട് രമ്യമായി പരിഹരിക്കും. KPCC പ്രസിഡന്റും കൂടി ആയിട്ട് ആലോചിച്ചിട്ട് രമ്യമായി പരിഹരിക്കും. ഞാൻ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈയെടുക്കും. ഇന്ന് രാവിലെ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയം ഉടൻ KPCC പരിഹരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. താൻ പയ്യന്നൂരിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നല്ല എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. ആ വിചാരം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. MV ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം പറഞ്ഞു, അദ്ദേഹത്തിന് മറുപടി പറയലല്ല തൻ്റെ പണിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസ് പുനഃസംഘടനാ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ചർച്ചകൾ പാർട്ടിയിൽ നടന്നതായി അറിയില്ല. മാധ്യമങ്ങൾ വെറുതെ വാർത്തകൾ കൊടുക്കുകയാണ്. പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോടല്ല പറയേണ്ടത്. എന്നാൽ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം കോൺഗ്രസിലുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ മറ്റു പാർട്ടിക്കാർക്ക് അവകാശം നൽകുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് കനാൽക്കരയിൽ കോൺഗ്രസ് മന്ദിരം KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തകർത്തത്. എന്നാൽ പാർട്ടി ഇത് ഗൗരവകരമായാണ് കാണുന്നത്. അതുകൊണ്ടാണ് താൻ സ്ഥലം സന്ദർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.